റിലേഷന് മുമ്പ് ആരാണ് കൂടുതൽ വഴക്കുണ്ടാക്കിയിട്ടുള്ളത്? എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഞാനോ ചെറിയ കാര്യത്തിലോ എന്തെങ്കിലും ഒരു വലിയ വഴക്കുണ്ടായിട്ട് അത് ഇപ്പൊ ആലോചിക്കുമ്പോൾ ഭയങ്കര ഫണ്ണെടുത്ത് തോന്നുന്ന എന്തെങ്കിലും ഒരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്? പോലെ ഇപ്പൊ ഇവിടെ വരുന്നതിന് മുമ്പ് ആൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒരു പേഷ്യൻസ് ഇല്ല. അതിപ്പോ കുറച്ചൊരു കൺട്രോള് വേണ്ട. നമുക്കിപ്പോ ദേഷ്യത്തിൽ എന്ത് കാര്യം ചെയ്താലും അത് അത്രയ്ക്ക് വർക്കാവാൻ വഴിയില്ല. പക്ഷെ ഈ പുള്ളിക്കത് ഇപ്പോൾ ഡ്രസ്സ് എടുത്തത് വലിയ പുള്ളിക്കത് ഇഷ്ടമായില്ല ഈ ഡ്രസ്സ്. അപ്പോൾ ഇത് ഇന്ന് എടുത്തതാ. അപ്പോൾ എടുക്കാൻ പോയി അത്രയ്ക്ക് അങ്ങനെ സാറ്റിസ്ഫൈഡ് ആയില്ല, എന്നാലും എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു വാച്ച് കണ്ടില്ല. അപ്പോൾ പിന്നെ ആള് ഭയങ്കര പിന്നെ ആള് ഭയങ്കര കുറച്ചു നേരം കഴിഞ്ഞ് പിന്നെ മൊത്തം ഡിസ്റ്റർബ്ഡാ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ എന്തോ ഒരു സാധനം, അവളുടെ എന്തോ ഒരു സാധനം നോക്കിക്കൊണ്ടിരിക്കുക ഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ ഇതിന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അപ്പോൾ നമുക്ക് ഒരാൾ ഷൗട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ നമ്മളും, പ്രത്യേകിച്ച് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആയി ഇന്നത്തത്, അപ്പോൾ അത് നശിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര കാമായിട്ടാണ് ഞാൻ സംസാരിക്കുക. അപ്പോൾ ഇവൾ നോക്കിക്കൊണ്ടിരുന്ന സാധനം അതേ സ്ഥലത്തുനിന്ന് പോയി ഞാനത് എടുത്തുകൊണ്ട് വരും. കാരണം 1-2 സാധനം പയ്യെ മാറ്റി വെച്ചാൽ തീരാവുന്നേ ഉള്ളൂ. ഇത് ഇങ്ങനെ പോയി മാറ്റിയിട്ട് പറയാം എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എൻ്റെ മൊത്തത്തിൽ മൂടാവട്ടെ. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് അത് എടുക്കും, എന്നിട്ട് തിരിച്ചു കൊണ്ടു കൊടുക്കും. എന്നിട്ട് പറയും ഇത് സമാധാനത്തിൽ നോക്കിയാൽ മതി. പറയാം എന്നോടൊന്നും പറയാൻ നിൽക്കണ്ട, എനിക്ക് നല്ല ദേഷ്യം വരും. പിന്നെ കുറച്ച് പയ്യെ കൂളാവും. അല്ല കുറച്ച് ദേഷ്യം ഉണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ പറയലേ ഞങ്ങളുടെ ഈ നമ്മുടെ വാർഡ്രോബ് ഉണ്ടല്ലോ, എന്റെ ഡ്രസ്സെല്ലാം ഞാനിങ്ങനെ വൃത്തിക്ക് ഇങ്ങനെ അടുക്കി ഇങ്ങനെ നല്ല ഡ്രസ്സുകൾ എല്ലാം ഇങ്ങനെ അടുക്കി വെച്ചത് നമുക്ക് ഇങ്ങനെ കണ്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിങ്ങനെ എൻ്റെ കൊള്ള നല്ല രസം ഏത് വേണമെങ്കിലും എടുക്കാം. ഇവൻ അതിൻ്റെ അകത്തോട്ട് തുണി ഇവൻ മടക്കി വെക്കും തുണി. പക്ഷെ ഇവൻ തുണി മടക്കി വെക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മൾ ആ വെച്ചിരിക്കുന്നതിന്റെ ഫ്രണ്ടില് സ്ഥലമില്ലാത്തടത്ത് ഇങ്ങനെ പിരമിഡ് പോലെ വെച്ച് പൊങ്ങും. എന്നിട്ട് അപ്പുറത്തിരിക്കുന്ന നമ്മുടെ ഡ്രസ്സ് നമുക്ക് കാണില്ല. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഇവൻ വേണ്ടതല്ല ഇടയ്ക്കിടയ്ക്ക് വലിച്ചെടുത്തിട്ട് ഇവൻ ഇത് വെച്ചിട്ട് എൻ്റെ അടുങ്ങി കിടക്കുന്ന ഡ്രസ്സിന്റെ മണ്ട മുഴുവൻ ഇവന്റെ ഡ്രസ്സ് കുന്നുപോലെ കിടക്കുക. അതിൽ നിന്നാണ് നേരത്തെ പറഞ്ഞ സാധനം ഞാൻ തപ്പിയെടുക്കുന്നത്. ഞാൻ അത് നോക്കിയിട്ട് കാണാത്തപ്പോ എനിക്ക് ദേഷ്യം വരും. അപ്പൊ പുള്ളി എന്ത് ചെയ്യും? പുള്ളി അവിടെ ചെന്നിട്ട് പുള്ളി അത് മാറ്റി എടുത്തോണ്ട് വരും. അപ്പൊ ആരുടെ ഭാഗത്തായി നന്മ? അവന്റെ ഭാഗത്ത്. കൊള്ളാം. പറയരുത് കേട്ടോ.